യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിത്യജീവൻ എന്ന ശുശ്രൂഷയിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഇന്നത്തെ ഈ നിത്യജീവൻ ശുശ്രൂഷ വഴി ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതങ്ങളിൽ എന്നും ചോദ്യം ചെയ്യപ്പെടുന്നതും ജീവിതത്തിൽ മറക്കാതെ ജീവിത വേദനകളെ ഓർത്തിരിക്കുന്നതുമായ അവസ്ഥയാണ് സഹനം. സഹനത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ സഹനം കടന്നു വരുന്ന വഴികളെ നമ്മൾ മാറ്റിമറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സഹനത്തിലിരിക്കുന്ന ഒരു ദൈവീക ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ ഒരു ആത്മീയ ചിന്തകൻ പങ്കുവെച്ച ഒരു വാചകത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ് മനുഷ്യ സഹനങ്ങളിൽ പങ്കുചേരുന്ന ദൈവം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ആ ഒരു വിശ്വാസ ചൈതന്യമാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ സഹനങ്ങളിൽ പങ്കുചേരുന്ന ദൈവാനുഭവം നമുക്ക് സ്വന്തമാക്കണം. അല്ലാതെ മാറി നിൽക്കുന്നൊരു ദൈവമല്ല. നിന്റെ സഹനങ്ങളിൽ നിന്നോട് താതാത്മ്യപ്പെട്ട് നിന്റെ കൂടെയിരിക്കുന്ന ഒരു ദൈവ ചൈതന്യത്തിൻ്റെ കൃപയാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദൈവം കൂടെയുള്ള ദൈവത്തെ അറിയാൻ സഹന വഴികളിൽ ദൈവം നമുക്ക് കൃപയൊരുക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ബൈബിളിൻ്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമം മുതൽ പുതിയ നിയമം അവസാനം വരെ നമ്മൾ കാണുന്നത് ജനത്തിൻ്റെ സഹനങ്ങൾക്ക് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ്. 400 വർഷത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ അവർ ദൈവത്തെ വിളിക്കുമ്പോൾ അവരുടെ സഹനങ്ങളോട് താതാത്മ്യപ്പെട്ട് ദൈവം അവരുടെ കൂടെ നിൽക്കുന്ന നമുക്ക് കാണാം. പിന്നീട് അവരുടെ സഹനങ്ങളെ രക്ഷിക്കാൻ, അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ദൈവം അവരുടെ കൂടെ നിൽക്കുന്നതും അവർ ഓരോ വേദനകളിലും അവരോടൊപ്പമായിട്ട് അവരോടൊപ്പം സഞ്ചരിച്ച ദൈവത്തെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രതാളുകളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് നമ്മൾ നോക്കിയാൽ പ്രവാചകരായാലും പിന്നീടുള്ള എല്ലാ സുവിശേഷ പ്രസംഗകരായാലും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെയും വ്യക്തിപരമായ സഹനങ്ങളിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹനങ്ങൾ അവർക്ക് ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ സമയമായിട്ട് മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് സഹനം ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ കൃപയാക്കി മാറ്റണം. അതാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സഹനങ്ങളിൽ ദൈവം കൂടെ ഇരിക്കുന്ന ഒരു ദൈവജനത്തെ നമുക്ക് കാണാം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഹനങ്ങളിൽ നിന്ന് ജന്മം കൊണ്ട ദൈവപുത്രൻ സഹന വഴികളിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ജീവിച്ച് സഹനങ്ങളെ അത് കൃപയാണെന്ന് പഠിപ്പിച്ച് കാൽവരിയിലെ സഹനത്തിലൂടെ സഹനത്തിന് മറ്റൊരു മുഖം കാണിച്ചു തരികയാണ്. ഈശോയുടെ ജീവിതം തന്നെ സഹനം കൊണ്ട് സഹനത്തിൻ്റെ പാനപാത്രം അത് വക്കോളം കുടിച്ച് കൃപയുടെ ജീവിതമാക്കി മാറ്റാൻ ഈശോ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. അതുവരെ ഇസ്രായേൽ ജനത്തിന് കൂടെ നടന്ന ദൈവം കൂടെ ഇരുന്ന് തൻ്റെ സഹനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് അവരുടെ സഹനത്തിന് ഒരു ഉത്തരം തന്നതാണ് കാൽവരിയിലെ ഏറ്റവും വലിയ മഹോന്നതമായ കുരിശു മരണം എന്ന ബലി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സഹനത്തിൻ്റെ ആഴങ്ങളുടെ കൃപ വേണം. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സഹനത്തെ എങ്ങനെ ദൈവ സാന്നിധ്യം കൊണ്ട് നമുക്ക് തരണം ചെയ്യാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ കടന്നു പോവാം. ദാരിദ്ര്യത്തിൻ്റെ, വേദനയുടെ, രോഗത്തിൻ്റെ, ചില വേർപാടുകളുടെ, അല്ലെങ്കിൽ ചില നഷ്ടങ്ങളുടെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത് പങ്കുവയ്ക്കുന്നത്. സഹനത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞാൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളെ എന്നെ ശക്തിപ്പെടുത്തുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒത്തിരി സഹനം ഉണ്ടായിരുന്നു. നമുക്കറിയാം, വലിയൊരു രോഗബാധിതയിൽ മരണം വരെ ജീവിച്ചു കടന്നുപോയൊരു വ്യക്തി. ലോകം മുഴുവനും സഞ്ചരിച്ചുവെങ്കിലും അദ്ദേഹം ഒത്തിരി സഹനങ്ങളിലൂടെ അവസാന ജീവിത കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു വാക്കുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുകയാണ്: മനുഷ്യൻ്റെ സഹനം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദൈവമേ ഈ സഹനം? എന്തുകൊണ്ട്? ഇന്ന് ലോകത്തെ പലരുടെയും ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ദൈവമേ ഇതിങ്ങനെ വന്നു? എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം സഹനം? എന്തുകൊണ്ട് ഈ സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ? സഹനം ഞങ്ങൾക്ക് വേണ്ട. സുഖം വേണം, സന്തോഷം വേണം, സുഖലോലുപത വേണം, അതൊക്കെ ഞങ്ങൾക്ക് വേണം. ഈ സങ്കടം, സഹനം, വേദന ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതിൽ നിന്ന് ഉതിരെടുക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ദൈവമേ? ഈ പിതാവ് പറയാണ് രണ്ടാമത്തെ ഒരു കാര്യം: എന്നു വരെയാണ് ദൈവമേ? സഹിക്കാം, എന്ന് വരെ ഇത് തീരോ?
പെട്ടെന്ന് തീർന്നു കിട്ടുമോ എന്ന് വരെയാണ്. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഇടയിലാണ് പലപ്പോഴും മനുഷ്യന്റെ സഹനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് ദൈവമേ, എന്നുവരെ ദൈവമേ? തുടർന്ന് അദ്ദേഹം പറയാണ്, എന്ന് മനുഷ്യകുലം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ദൈവസന്നിധിയിൽ മനുഷ്യൻ ചോദ്യങ്ങൾ ഉന്നയിക്കുക. തുടർന്ന് അദ്ദേഹം പറയാണ്, ഇതിനുള്ള ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽവരിയിലെ കുരിശിൽ അവൻ നമുക്ക് നൽകി. ഇതിനുള്ള ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽവരിയിലെ കുരിശിൽ അവൻ നൽകി. കാരണം എന്നുവരെ എന്നല്ല, അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കും. സബദീപുത്രന്മാര് അവരുടെ അമ്മയോട് ചേർന്ന് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ വലതും ഇടതും ഇരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നീ അതിനെ അനുവദിക്കണം. ഈശോ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്, നീ എന്ത് പാനപാത്രം കുടിച്ചാലും ഞങ്ങൾ തയ്യാർ. ഈശോ പറഞ്ഞത് സഹനത്തിന്റെ പാനപാത്രത്തെ കുറിച്ച്. ഈശോ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളത് കുടിക്കും. കാരണം എന്നെ വിശ്വസിക്കുകയും എൻ്റെ മാർഗത്തിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പാനപാത്രം കുടിക്കും. അതാണ് യേശു പഠിപ്പിച്ച പാനപാത്രം. ഇന്ന് ഞാനും നിങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുമ്പോൾ ഈ ഒരു പാനപാത്രത്തിന്റെ ആഴം നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും യേശു വിശ്വാസി, ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ സഹനം ഉറപ്പാ. കാരണം അത് പാനപാത്രമാണ്. അവന്റെ രക്ഷാകര പാനപാത്രം ഞാനും നിങ്ങളും പങ്കുകാരാകുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ സഹനത്തിൽ ദൈവം എന്നോടും നിങ്ങളോടും ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കൂടുതൽ നമുക്ക് ആഴത്തിൽ വളരാനും സഹനം വരുമ്പോൾ അതിനെ ദൈവികമായി കാണാനുള്ള ഒരു കൃപ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 4 രീതിയിലുള്ള ദൈവവചനത്തിന്റെ ആഴങ്ങൾ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നാണ്. ഒന്നാമതായിട്ട്, ദൈവത്തിന് നിന്റെ വ്യക്തിപരമായ സഹനങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. നിന്റെ വ്യക്തിപരമായ സഹനം. ചിലപ്പോൾ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് സഹിക്കുന്നുണ്ടാവും. എന്നാൽ ചിലപ്പോൾ അപ്പൻ മാത്രം സഹിക്കുന്ന സമയമുണ്ട്, അമ്മ മാത്രം സഹിക്കുന്ന സമയമുണ്ട്, മക്കൾ മാത്രം സഹിക്കുന്ന സമയമുണ്ട്, ബാക്കി ആർക്കും അറിയാതെ ഒറ്റയ്ക്ക്. അതുപോലും മനസ്സിലാക്കാൻ ദൈവത്തിന് കഴിയും. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നിന്റെ വ്യക്തിപരമായ സഹനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവൻ എല്ലാ പ്രകാരത്തിലും സഹിച്ചവനാണ്. അവൻ എല്ലാ പ്രകാരത്തിലും സഹിച്ചവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് നിന്റെ വ്യക്തിപരമായ സഹനത്തെ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അച്ഛനൊന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധാപൂർവം അത് കേൾക്കുക. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി നമ്മുടെ പ്രത്യാശയുടെ കൃപാസനത്തിൽ നമുക്ക് സമീപിക്കാം. ഒന്നുകൂടി അച്ഛൻ വായിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന് നിന്റെ എല്ലാ അവസ്ഥകളെയും തിരിച്ചറിഞ്ഞ് അനുദപിച്ച് അതിന് സഹിക്കാൻ ഒരു കൃപയുള്ള ദൈവമാണ്. നിന്നോടൊപ്പമായിരിക്കാൻ കഴിയുള്ള ഒരു ദൈവം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. പിന്നെ തുടർന്ന് പറയുക, പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും. ദൈവം ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളിലും നിന്നോടൊപ്പം സഹനത്തിൻ്റെ കൃപകളിൽ, പരീക്ഷണങ്ങളിൽ, വേദനകളിൽ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ അവസ്ഥകളിലൂടെയും ഈശോ കടന്നുപോയി. എന്തിനു വേണ്ടിയിട്ടാണ്? നീ രക്ഷാകരമായ ബലിപീഠത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി കൂടെയുണ്ടെന്നൊരു തിരിച്ചറിവ് ദൈവം നിനക്ക് തരികയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇതൊരു കൃപയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന സഹനത്തിൻ്റെ വേദനകളെ പങ്കുചേരുന്നവനാണ് ദൈവമെന്ന് നമ്മൾ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, സഹനങ്ങളുടെ മധ്യേ ദൈവം നിനക്ക് സ്നേഹവും പ്രത്യാശയും സമാധാനവും നൽകാൻ കെൽപ്പുള്ളവനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് മധ്യേ ദൈവം നമുക്ക് നൽകുന്ന ഒന്നാമത്തത് സ്നേഹമാണ്. നിനക്ക് സ്നേഹം തരും. നീ സഹിച്ച് വേദനിച്ചിരിക്കുമ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ കുളിർത്തന്നലായിട്ട് സ്നേഹം കൊണ്ട് ദൈവം പൊതിയും. രണ്ടാമത്തത് ഒരു പ്രത്യാശയാണ്. ഈ സഹനത്തിനപ്പുറം ഒരു ഉയർപ്പുണ്ട് എന്നൊരു തിരിച്ചറിവ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഉത്ഥാനത്തിൽ ചെന്നെത്തുന്നത് എൻ്റെയും നമ്മുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നടുവിൽ ഒരു നിത്യജീവനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. മൂന്നാമത്തത് സമാധാനമാണ്. ഈ 3 കാര്യങ്ങൾ സഹനത്തിന് നടുവിൽ ദൈവം നമുക്ക് തരും. ഈശോയുടെ ജീവിതം അത് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട്.
അതുകൊണ്ട് അത് കൃത്യമായി പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 3 മുതൽ 6 വരെ അതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ് ആ വചനഭാഗത്തിൻ്റെ തലക്കെട്ട് സഹനത്തിലൂടെ സമാശ്വാസം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ആ വ്യക്തിക്ക് സമാശ്വാസം നൽകും. നമ്മൾ ചിന്തിക്കും സഹനം എങ്ങനെയാ ഒരു സമാധാനം നൽകണേ, സമാശ്വാസം നൽകണേ, ഒരു പ്രത്യാശ നൽകണേ, ഒരു പ്രതീക്ഷ നൽകണേ. പൗലോസ് പറയാ, കൃത്യമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുക, ഞാൻ എടുക്കുന്ന സഹനങ്ങൾ എനിക്ക് മാത്രമല്ല എൻ്റെ സഭയിലെ മക്കൾക്ക്. അദ്ദേഹം പീഡനങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ സുവിശേഷ ജീവിതം പ്രസംഗിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അത് ജനത്തെ, കൊറിന്തോസിലെ സഭയെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. ഞാൻ വചനഭാഗം വായിക്കാം. 2 കൊറിന്തോസ് 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും, കരുണയുടെ പിതാവും, സകല സമാധാനത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനത്താൽ ഓരോ തരത്തിലും വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം അവരും അനുഭവിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ ക്ലേശങ്ങളിൽ സമാശ്വസിപ്പിച്ചു. ഞങ്ങൾക്കുണ്ടായ ക്ലേശങ്ങൾ തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. എന്നിട്ട് പൗലോസ് പറയാ, ഞങ്ങൾക്ക് ആ ക്ലേശങ്ങളിൽ നിന്ന് കിട്ടിയ സമാധാനം നിങ്ങൾക്കും ക്ലേശങ്ങളിൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നല്ല പൗലോസ് പറയണേ, ഞങ്ങൾക്ക് ക്ലേശങ്ങളിൽ ഉണ്ടായ സമാശ്വാസം, സമാധാനം നിങ്ങളുടെ ജീവിതത്തിലും ക്ലേശങ്ങളിൽ ദൈവം തരുന്നു. തുടർന്ന് അദ്ദേഹം വചനത്തിൽ പറയാണ്, ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേർന്നതുപോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരും. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ, കർത്താവിലെ കുരിശുമരണം പോലെ പീഡിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ രാജാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ തളച്ച എണ്ണയിലിട്ട് വറുക്കപ്പെട്ടു. ഞങ്ങളെ ശിഷ്യന്മാരെ തല കുരിശാക്കി, പത്രോസിനെ കുരിശിൽ തറച്ചു, ശിഷ്യന്മാരെ പീഡിപ്പിച്ചു, അവരെ രക്തസാക്ഷികളാക്കി. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമാശ്വാസമുണ്ട്, ഇന്നും ജീവിക്കുന്ന ദൈവമുണ്ടെന്ന്. ഇത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ നേരുന്നെന്ന് പൗലോസ് പഠിപ്പിക്കുക. തുടർന്ന് അദ്ദേഹം പറയാണ്, ഞങ്ങൾ ക്ലേശം അനുഭവിക്കുന്നെങ്കിലും അത് നിങ്ങൾ സമാശ്വാസത്തിനെ രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ ക്ലേശം അനുഭവിക്കുന്നത് എൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക. എന്നിട്ട് തുടർന്ന് പറയാ, ഞങ്ങൾ സഹനങ്ങൾ, പീഡകൾ തന്നെ നിങ്ങൾക്കും ക്ഷമയോടെ സഹിക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, പൗലോസ്ലീഹയുടെ വാക്ക് ഇങ്ങനെയാണ്, ക്ലേശങ്ങളും സഹനമില്ലാത്ത ജീവിതമല്ല, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ജീവിക്കുന്നതെന്ന് ശക്തമായി പഠിപ്പിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധനായ പൗലോസ്ലീഹ. ശക്തമായ ലേഖനങ്ങളിലൂടെ സഭയെ പഠിപ്പിച്ചൊരു വ്യക്തി. മൂന്നാമത്തെ കാര്യം, സ്നേഹമുള്ളവരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സഹനങ്ങളൊക്കെയും നിന്റെ നന്മയ്ക്കായി മാറ്റാൻ കെൽപ്പുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. എനിക്കുണ്ടാകുന്ന സഹനങ്ങളെ നന്മയാക്കി മാറ്റും. നമ്മൾ കേട്ടിട്ടുള്ള എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ഗാനമാണ്, എല്ലാം നന്മയ്ക്കായി മാറ്റണമേ, എല്ലാം നന്മയ്ക്കായി മാറ്റണമേ. ഞാൻ എടുക്കുന്ന സഹനം ചിലപ്പോൾ രോഗത്തിൻ്റെ സഹനമാണെങ്കിലും അത് ചിലപ്പോൾ നന്മയാവും. എനിക്കറിയുന്ന ഒത്തിരി വിശുദ്ധരായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടേക്ക് ജീവിതത്തിൽ സഹനങ്ങളാണ്. നമുക്കറിയാം, അൽഫോൻസമ്മ സഹിച്ചത് കൊണ്ട് ഒരു വിശുദ്ധയായി മാറി. ഞാനിവിടെ തൃശ്ശൂർ ഭാഗത്തുള്ള നോബർട്ട് അമ്മ സഹനങ്ങളിലൂടെ കടന്നുപോയിട്ട് വിശുദ്ധയായി മാറിയതാണ്. അതുകൊണ്ട് സഹനങ്ങളെ നന്മയാക്കി മാറ്റാൻ കെൽപ്പുള്ളൊരു ദൈവത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ആരെല്ലാം സഹനങ്ങൾ എടുത്തോ, പരിശുദ്ധ അമ്മ 7 വ്യാകുലങ്ങൾ ജീവിതത്തിലെടുത്തപ്പോൾ പരിശുദ്ധ എന്ന് വിളിക്കപ്പെടാൻ ദൈവം അനുവദിച്ചത് ഈ സഹനങ്ങളെ നന്മയാക്കി മാറ്റാൻ കെൽപ്പുള്ളൊരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും പ്രത്യാശ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കണ്ടോ, അപ്പൊ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെല്ലാം എൻ്റെയും നിങ്ങളുടെക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഏറ്റെടുത്ത സഹനങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ സഭയുടെ നന്മയ്ക്കായി ഞാനിത് മാറ്റിവെക്കുന്നു. അവിടെയാണ് സഹനത്തിന് അർത്ഥവും വ്യാപ്തിയും കിട്ടണം. നാലാമത്തത്, അവസാനമായിട്ട് സഹനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സഹനം, യേശുവിൻ്റെ സഹനം, യേശുവിൻ്റെ സഹനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, യേശു സഹനത്തിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചവനാണ്.
ഈശോ സ്വീകരിച്ച രക്ഷയുടെ പാനപാത്രം എന്ന് പറഞ്ഞ സഹനത്തിന്റെ പാനപാത്രം, സന്തോഷത്തിന്റെയും അല്ലെങ്കിൽ സുഖലോലുപതയുടെ ഒന്നല്ല. ഈശോ പാനം ചെയ്തത് സഹനത്തിന്റെ പാനപാത്രമാണ്. അപ്പോൾ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ സത്യം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ കുടിക്കുന്ന സഹനത്തിന്റെ പാനപാത്രമാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ രക്ഷയെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ഈശോ നമ്മൾ പറയുന്നത്, ഞാൻ സഹനത്തിന്റെ പാനപാത്രമാണ് നിങ്ങൾ കാണിച്ചു തന്നത്. സുഖലോലുപതയുടെ അല്ല, സന്തോഷത്തിന് മാത്രമല്ല, സഹനം വേണം. സഹനത്തിലൂടെ നമ്മൾ ജീവിക്കണം. എന്തിനു വേണ്ടിയാ സഹനം? എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ, എൻ്റെ പാപമാർഗങ്ങളിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് സഹനം കൊണ്ട് ഉരുക്കിയെടുക്കുന്നത് പോലെ വാർത്തെടുക്കുന്ന ഒരു ജീവിതമായിട്ട് മാറണം. അത് നമ്മൾ വചനത്തിൽ നോക്കിയ യോഹന്നാന്റെ സുവിശേഷത്തില് 18-ാം അധ്യായം 11-ാം വാക്യം, കർത്താവിനെ കുരിശിലേക്ക് തറയ്ക്കാൻ വേണ്ടി പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഗെത്സെമനിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണ്. അവിടെ ഈശോയെ പിടിച്ചുകൊണ്ടുപോകാൻ പോകുമ്പോൾ പത്രോസ് വാളെടുക്കുന്നുണ്ട്. അവിടെ ഈശോ പറയുന്ന വാചകമാണ് യോഹന്നാൻ 18:11. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പത്രോസ്, നീ അറിഞ്ഞുകൂടെ? നിനക്ക് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ഇഷ്ടം നിറവേറ്റുമെന്നാണ് ഞാൻ വന്നിരിക്കണേ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നിരിക്കുക. അതുകൊണ്ട് എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ പാനപാത്രം ഞാൻ കുടിക്കണം. ഈ സഹനത്തിൻ്റെ പാനപാത്രം മട്ടോളം കുടിക്കാൻ എൻ്റെ അപ്പൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യണം. അതുകൊണ്ടാണ് പത്രോസ്, നീ വാള് നിന്റെ ഉറയിലിട്, എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവ് തരുന്ന സഹനങ്ങളെ അത് വക്കോളം നമ്മൾ കുടിക്കണം. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ അല്ല അച്ഛൻ പറയുന്നേ. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ എൻ്റെ കൂട്ടായ്മകൾ ഒറ്റപ്പെടുത്തുന്നു. സഹനങ്ങൾ ഒത്തിരി ജീവിതങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നു. അതിലെല്ലാം ദൈവ പദ്ധതികൾ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ അത് പിതാവിൻ്റെ ഹിതം നിറവേറ്റേണ്ടതല്ലേ എൻ്റെ ജീവിതം എന്ന് ഈശോ പറഞ്ഞു പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റും. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയില്ല. സെബദി പുത്രന്മാരുടെ അമ്മയോട് പറയാം, നിങ്ങൾ ചോദിക്കുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ചോദിക്കുക, നിങ്ങൾ കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കും. എൻ്റെ പാനപാത്രം കുടിക്കാതെ ആർക്കും സ്വർഗത്തിൽ വരാൻ പറ്റില്ല. എൻ്റെ പാനപാത്രത്തിൽ വിശുദ്ധ കുർബാന സഹനങ്ങളുടെ ബലിയാ. സ്നേഹമുള്ളവരെ, ജീവിത സഹനങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു ബലിപീഠത്തിൽ ഒരു പുരോഹിതന്റെ പ്രാർത്ഥനയും സഹനവും ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഓരോ ബലിപീഠങ്ങളിലും ബലിയർപ്പണങ്ങൾ. അല്ലാതെ സന്തോഷത്തിന് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നതല്ല വിശുദ്ധ ബലി. കാൽവരിയിൽ അവൻ 6.5 മണിക്കൂർ കിടന്ന് സഹിച്ച സഹനങ്ങളെ കൂട്ടിച്ചേർത്ത് വെച്ച് എൻ്റെയും നിങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ ആ ബലിക്ക് ഒരു അർത്ഥമുണ്ട്, ആ ബലിക്ക് ഒരു വ്യാപ്തിയുണ്ട്, ആ ബലിക്കൊരു ശക്തിയുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ. ഓരോ ബലിപീഠത്തിലും മനുഷ്യൻ ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കൃപ. ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റാതെ ഒത്തിരി മനുഷ്യർ വേദനിക്കുക. അങ്ങനെ ഒരു ദിവസം, ഈ ദിവസങ്ങളിൽ എന്നെ അറിയുന്നൊരു സഹോദരൻ പെട്ടെന്ന് ഞാൻ ആയിരിക്കുന്ന ഈ വചന കൂടാരത്തിൽ കടന്നു വരാൻ ഇടവന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമുക്ക് ബലി അർപ്പിച്ചാലോ, വിശുദ്ധ ബലി അർപ്പിച്ചാലോ? സ്നേഹമുള്ളവരെ, ഈ സഹോദരൻ ബലിപീഠത്തിൽ എന്നോടൊപ്പം വന്നു നിന്ന് ബലിയർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ബലിയർപ്പണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരയും, മുട്ടുകുത്തി നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ ഏങ്ങി കരയാം. ഞാൻ ഈ കണ്ണീര് കണ്ടപ്പോൾ ഞാൻ കുർബാന മുഴുവൻ അർപ്പിച്ചു കഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ഞാനും കരയാൻ തുടങ്ങി. ഈ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ട് എല്ലാം കഴിഞ്ഞ് ബലിയർപ്പണം കഴിഞ്ഞ് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ഏങ്ങി പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ 4 ദിവസമായിട്ട് മുട്ടുകുത്തി തമ്പുരാൻ്റെ മുന്നിൽ കരയാ. ഈശോയെ, എനിക്കൊന്ന് ബലി നേരിട്ടൊന്ന് കാണണം, ഈശോയുടെ അടുത്തൊന്ന് നിൽക്കണം എന്നൊരാഗ്രഹം. എന്നാൽ അച്ഛാ, 4 ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഈ ബലിപീഠത്തിൻ്റെ അടുത്ത് നിർത്തി ഈശോയെ കാണിച്ചു തരാൻ അച്ഛന് ഈശോ അങ്ങനെ ഒരു പ്രേരണ തന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ജീവിതത്തിൽ ചോദിച്ചത് എന്താണ് എൻ്റെ ദൈവം തരാത്തത്? സ്നേഹമുള്ളവരെ, സഹനത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ആ മനുഷ്യൻ ആ ബലി മുഴുവൻ കണ്ണീരോടെ ആ ബലിപീഠത്തിന് മുന്നിൽ കരയുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് ആ മനുഷ്യന് കണ്ണീര് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ചേർന്ന് നിൽക്കുന്നൊരു ദൈവം. ആ മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ മുറിയിൽ ദൈവം വന്നിട്ട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നിന്റെ മുന്നിലേക്ക് ഞാൻ വരും.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒത്തിരി അനുഭവങ്ങളുണ്ട്, സഹനങ്ങളിൽ ദൈവം ചേർന്നുന്ന അനുഭവങ്ങൾ. ചില ജീവിതങ്ങൾ പങ്കുവെക്കാറുണ്ട്, അച്ഛാ എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയൊരു മുന്നോട്ടൊരു വഴിയില്ലെന്ന് വിചാരിച്ച് വാതിലടഞ്ഞ സമയങ്ങളിൽ ദൈവം ചില വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. ചില വ്യക്തികളുടെ രൂപത്തിൽ, ചില സഹായങ്ങളുടെ രൂപത്തിൽ, ചില ജീവിതങ്ങളുടെ രൂപത്തിൽ കടന്നു വന്ന അവസ്ഥ. അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഡോൺ ബോസ്കോയുടെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ്. വിശുദ്ധനായ ഡോൺ ബോസ്കോ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിനക്കുള്ള സമ്മാനം നിന്റെ വേദനകളും സഹനത്തിനും മതിയായ സംതൃപ്തി ലഭിക്കും. സ്വർഗത്തിൽ നിനക്കുള്ള സമ്മാനം നീ ഈ ലോകത്ത് സഹിച്ചതിനും വേദനിച്ചതിനും ഒരു സംതൃപ്തി. അതാണ് നിത്യജീവൻ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നിത്യജീവൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് സഹിച്ചും വേദനിച്ചും കടന്നുപോയവർക്ക് സ്വർഗത്തിൽ ഒരു സംതൃപ്തി ഉണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കറിയാലോ, മക്കളെ ഊട്ടുമ്പോൾ അപ്പനും അമ്മയ്ക്കും കിട്ടുന്ന ഒരു സംതൃപ്തി, ഇതുപോലെ നീ ഏറ്റെടുത്ത സഹനങ്ങൾക്ക് ഒരു സംതൃപ്തി മാറ്റിവെച്ചത്. അതാണ് ഡോൺ ബോസ്കോ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ പോകാനുള്ളൊരു സംതൃപ്തി വേണം. വിശുദ്ധി എന്നത് നമുക്ക് വേണം, വിശുദ്ധരാകണം. അതിന് ഒരുക്കിയെടുക്കുന്നൊരു തീ വേണം. പഴുത്തെടുക്കുന്ന കമ്പിയിൽ അശുദ്ധി നഷ്ടപ്പെടുന്നത് പോലെ, അതിൻ്റെ അഴുക്ക് നഷ്ടപ്പെടുന്ന പോലെ ഞാനും നിങ്ങളും സഹനത്തിൽ വേവിച്ചെടുക്കുന്ന ജീവിതങ്ങളാണെങ്കിലും അതിന് ഒരു കൃപയുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, ലോകം മുഴുവൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, വേദനിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ സഹനങ്ങളിലും വേദനകളിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളോട് കൂടെ ചേർന്നിരിക്കുന്ന സമയമാണ് സഹനം എന്നറിയുന്നു. കർത്താവെ, മരണത്തിൻ്റെ വേർപാടുകളിൽ സഹനങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കൊറോണ വൈറസിൻ്റെ ഏറ്റവും വേദനകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ദുഃഖ നൊമ്പരങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണമേ. നിന്റെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങൾ തുലവും നിസ്സാരമാണെന്നറിയുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക് സഹനങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ സഹനങ്ങളിൽ ദൈവം കൂടെയായിട്ടുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.